നമസ്കാരം. വോയിസ് ഓഫ് റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും പൊതു അറിവിലേക്കും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു സംശയം, ഒരു ക്വസ്റ്റ്യനായി നമുക്ക് കിട്ടിയിട്ടുണ്ടായി. അത് എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹരിതകർമ്മ സേനയ്ക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ വീട്ടുകാരും അടയ്ക്കുമ്പോൾ ആ പൈസ പഞ്ചായത്ത് മുതലാക്കിക്കൊള്ളും എന്ന് ഒരു വാർത്ത കേൾക്കാൻ ഇടയായി. എന്താണ് സാർ ഇതിൻ്റെ സത്യം? എന്തൊക്കെയാണ് ഇതിന് ഞാൻ ചെയ്യേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ സ്വാഭാവികമായിട്ട് ഉള്ളൊരു സംശയമായിരുന്നു. ആ ചോദ്യകർത്താവിന് ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ. ചോദിച്ച കാര്യത്തിന് നിയമപരമായ വിശദീകരണം: ഹരിതകർമ്മക്കാർക്ക് പണം അടയ്ക്കാത്തത് വീട്ടുകാര്യത്തിൽ ചുമത്തുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ ഹരിതകർമ്മസേനയുടെ സേവനം എടുക്കുന്നില്ലെങ്കിൽ, അത് ആവശ്യമില്ലെങ്കിൽ, അത് ഹരിതകർമ്മസേനയുടെ സർവീസ് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവർക്ക് പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ വീട്ടുകരുത്തിൽ അധിക ചാർജ് ഈടാക്കുകയേ ഇല്ല. ഇതിൽ ചില കാര്യങ്ങളുണ്ട്. ചില നമ്മുടെ പഞ്ചായത്തുകൾ മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട് ചില സർക്കുലറുകൾ ആ പഞ്ചായത്തുകളിൽ ഇറക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സർക്കുലറും ഉണ്ട്. ആരും പൊതുമധ്യത്തിലോ പൊതുസ്ഥലങ്ങളിലോ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നുള്ളത്. ഇത്തരം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്. അത് പറയുന്നതോടൊപ്പം ഈ മാലിന്യങ്ങൾ നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് തന്നെ കൊടുത്താൽ അവരത് കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്യും. പക്ഷേ ഇത് ആവശ്യമില്ല, വളപ്പിൽ തന്നെ നമുക്കത് സംസ്കരിക്കാനുള്ള സൗകര്യമുള്ളവരാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് വോയിസ് ഓഫ് റോസിൻ്റെ അഭിപ്രായവും നിയമപരമായ അഭിപ്രായവും. ഇനി അതിലൊരു ചെറിയ കാര്യങ്ങളുണ്ട്. ചില പഞ്ചായത്തുകൾ ഇതിന് പ്രത്യേകമായ ടാക്സ് ഹരിതകർമ്മസേനയുടെ സേവനം കർശനമായി ബാധകമാക്കിയിട്ടുണ്ട്. പണം അടച്ചില്ലെങ്കിൽ അത് വീട്ടു നികുതിയിലെ ടാക്സിൽ ചേർക്കുന്ന നടപടി സ്വീകരിക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് നടപടിയിലേക്ക് പോയിട്ടില്ല. എന്നാൽ നിയമപരമായി ഇത്തരം ഉത്തരവുകൾ നടപ്പാക്കുന്നതിന് മുമ്പ് ബാധ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അത് നിയമപരമായി ലെറ്റർ കൊടുക്കണം. അതല്ലെങ്കിൽ നിയമപരമായി പൊതുമധ്യത്തിൽ അഭിപ്രായത്തിൽ കൊണ്ടുവരണം. ഇതെല്ലാം സമന്വയിപ്പിച്ച് മാത്രമേ ഇതുപോലുള്ള ടാക്സുകളോ ഫൈനുകളോ ഈടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വിവരം നിങ്ങളെ അറിയിക്കട്ടെ. നിങ്ങളെ അറിയിക്കാതെ യാതൊരു കാരണവശാലും നിങ്ങളുടെ വീട്ടുകരത്തിൽ ഇത് ആഡ് ചെയ്ത് വരാനുള്ള നിയമസംഹിത ഇന്ന് ഇല്ല എന്നുള്ളത് അറിയിക്കുന്നു. കേരള മുനിസിപ്പൽ ആക്ട് പഞ്ചായത്ത് രാജ് അനുസരിച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് പ്രകാരം വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കേണ്ട ഉത്തരവുകൾ ലോക്കൽ ബോഡിക്കാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ സേവനം കൈവരുത്തുന്നില്ലെങ്കിൽ അതിൻ്റെ ഫീസ് കൂട്ടിച്ചേർക്കുന്ന നടപടിക്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ കത്ത്, പൊതുജനങ്ങളുടെ അറിയിപ്പ്, സേവന രജിസ്റ്റർ എന്നിവ ഉണ്ടാവും. അതാണ് പറയുന്നത്. അത് നിങ്ങളെ അറിയിച്ചിട്ടേ ചെയ്യുള്ളൂ നിങ്ങളുടെ പഞ്ചായത്ത്. അതല്ല മറ്റുള്ളവർ പറയുന്നതനുസരിച്ചുള്ള പഞ്ചായത്തിൽ ഓരോ പൗരനും ഓരോ വീടുകളും ഈ കാര്യങ്ങൾ പഞ്ചായത്ത് കൃത്യമായി നിങ്ങളെ അറിയിക്കും. ഇത്തരത്തിലുള്ള നികുതികൾ എന്തെങ്കിലും നിങ്ങൾക്ക് ബാധകമാവുന്ന തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് പോയിട്ട് അതിൻ്റെ അന്വേഷിക്കാം. ഞങ്ങളിത് നിയമപരമായി അറിയിച്ചിട്ടില്ല. ന്യൂസ് പേപ്പറുകളിലോ പത്രമാധ്യമങ്ങളിലോ ഇങ്ങനെ ഒരു വിഷയം വരുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുന്നതിന് നിങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിക്കാം. പഞ്ചായത്ത് സെക്രട്ടറി ഇത് നിയമമാണെന്ന് പറഞ്ഞാൽ ഇത് ഏത് നിയമം മുഖേനയാണെന്ന് RTA വിവരാവകാശ നിയമത്തിലൂടെ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിനുള്ള നമുക്ക് ലീഗലി മൂവ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം: ഇത്തരത്തിലുള്ള ഏത് ടാക്സുകളായാലും ഏത് കരമായാലും നിങ്ങളിൽ ചുമത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷനായാലും അത് നിങ്ങളെ അറിയിച്ചിരിക്കും. നിങ്ങളെ അറിയിച്ച് നിങ്ങളുടെ അറിവോടുകൂടി മാത്രമേ ഏതൊരു നികുതിയും നിങ്ങൾക്ക് അഡീഷണലായി ചുമത്തുകയുള്ളൂ. പൊതുമധ്യത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ അത് ഫൈനുണ്ട്. 25,000 തൊട്ട് അങ്ങോട്ടുണ്ടെന്ന് അറിഞ്ഞു. ഈ പൊതുമധ്യത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന ആൾക്കാരുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ പഞ്ചായത്ത് 2,000 രൂപ തരും എന്നുള്ള തരത്തിലുള്ള വാർത്തകളും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു: മാലിന്യങ്ങൾ ആരും വലിച്ചെറിയരുത്. അത് നാടിന് ദോഷമാണ്. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഹരിതകർമ്മസേന, നമ്മളുടെയൊക്കെ വീട്ടിൽ ഡെയിലി വരുന്ന അച്ചേച്ചിമാരും ചേട്ടന്മാരും
അവർക്ക് കൊടുത്ത് നമ്മുടെ നാടിനെ സംരക്ഷിക്കൂ എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ നാടിനെ സംരക്ഷിക്കുന്ന ഒരു നാട് നടന്നു വരുമ്പോൾ നമ്മുടെ മാലിന്യമുക്തമായ കേരളം ഉണ്ടാവട്ടെ. മാലിന്യമുക്തമായ കേരളമാണ്, ഉണ്ടാവും, വീണ്ടും അങ്ങനെ തന്നെ പരിപാലിച്ച് പോരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.